Oh boy or a girl, do you know how much was my starting salary? Just 5000 രൂപ. Yes, I started my career as a launch staff, അതായത് ഗ്രൗണ്ടിലുള്ള ഗ്രൗണ്ട് സ്റ്റാഫ്. And you know, I worked really hard to get this tags. Sorry, this tag is my husband's tag and this one is mine. Yes, cabin crew. ആ ഒരു ഡെസിഗ്നേഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ആൻ ഈസി ടാസ്ക്. മേ ബി യെസ്, മേ ബി നോട്ട്. ആക്ച്വലി യു ഡോണ്ട് നീഡ് എ ഡിഗ്രി ഓർ ആൻ ഏവിയേഷൻ കോഴ്സ് ടു ബി എ ക്യാബിൻ ക്രൂ. ബട്ട് ഹിയർ ഈസ് മൈ സ്റ്റോറി. ഞാനും ഏവിയേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്. 1.75 lakhs ഓൾമോസ്റ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് സെഡ് ദിസ് മെനി ടൈംസ്. ഞാൻ ഒരിക്കലും ഒരു ഏവിയേഷൻ കോഴ്സോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കോഴ്സോ, ഡിഗ്രി വിത്ത് ഏവിയേഷൻ ഓർ IATA കോഴ്സോ ഈസ് മാൻഡേറ്ററി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. 18 ആ ഒരു ടൈമിൽ എന്നെ ആക്ച്വലി ഗൈഡ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എന്താണ് ഏവിയേഷൻ എന്നോ ഏവിയേഷൻ ഫീൽഡ് എന്നോ അല്ലെങ്കിൽ ഇവിടെ എന്ത് വർക്ക് ചെയ്താലാണ് നമുക്ക് ക്യാബിൻ ക്രൂ അച്ചീവ് ചെയ്യാൻ പറ്റാന്നോ +2 മതി ക്വാളിഫിക്കേഷനൊന്നും ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല. ജസ്റ്റ് എനിക്കൊരു കോള് വന്നു ഒരു ഏവിയേഷൻ അക്കാഡമിന്ന് ആൻഡ് ഐ ജോയിൻഡ് ഇൻ ദാറ്റ് അക്കാഡമി. അതിനുശേഷം അവിടുന്ന് തന്നെ എനിക്ക് സജസ്റ്റ് ചെയ്തു ലോഞ്ചിലേക്ക് കയറാന്ന്. ബട്ട് ദെൻ സംഭവം ഞാനത് ഓക്കെ പറഞ്ഞു, അത് കയറി. എൻ്റെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് വെറും 5000 രൂപ തന്നെയാണ്. ഞാനിത് കുറേ പ്ലാറ്റ്ഫോംസിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ജോഷ് ടോക്സിൽ പറഞ്ഞിട്ടുണ്ട്, വെറൈറ്റി മീഡിയ, അങ്ങനെയുള്ള കുറേ ഇൻ്റർവ്യൂസിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് അതായിരുന്നു. ബട്ട് ലേറ്റർ എൻ്റെ സാലറി, ഞാൻ ആഗ്രഹിച്ച ആ ഒരു ജോബ് ക്യാബിൻ ക്രൂ എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തിയത് എൻ്റെ ഒരു സാലറി ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയിൽ 2 lakhs ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡെസിഗ്നേഷനിലേക്ക് ഞാൻ എത്തിയത് ഓൺലി ബിക്കോസ് ഓഫ് ദ വർക്ക് എക്സ്പീരിയൻസ്. ആ വർക്ക് എക്സ്പീരിയൻസ് കിട്ടിയത് വെച്ചിട്ടാണ് എനിക്ക് പ്രൊമോഷൻസും അതേപോലെ തന്നെ എനിക്ക് വേറൊരു ജോബിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള എൻ്റെ CV ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ആയതും ഏറ്റവും ഈസി ആക്സസിൽ വന്നത് അങ്ങനെയാണ്. ഇനി ചിലവരുടെ ഇതൊന്നുമില്ലാതെ +2 കഴിയുമ്പോൾ തന്നെ ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട്, ഇല്ലയെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അതിനും കുറച്ച് ഇപ്പം നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ CV ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ വർക്ക് എക്സ്പീരിയൻസ് നോക്കും ഓർ എയർപോർട്ട് റിലേറ്റഡ് എക്സ്പീരിയൻസ് നോക്കും. ഇനി പുറമെയുള്ള ഏതൊരു കൺട്രിയിൽ നോക്കുകയാണെങ്കിലും എമിറേറ്റ്സ്, എത്തിഹാദ് ഒക്കെ നോക്കുകയാണെങ്കിൽ മിനിമം കസ്റ്റമർ സർവീസിൽ എക്സ്പീരിയൻസ് 1 year അല്ലെങ്കിൽ 2 years ഒക്കെ പറയുന്നുണ്ട്. അത് അവരുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് ഈസി ആയിരുന്നു അല്ലേ. ബട്ട് എയർപോർട്ടിലെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിലാണെങ്കിലും ഇനി ക്യാബിൻ ക്രൂ ആണെങ്കിലും അത് വളരെയധികം വാല്യൂ ഉള്ള ഒന്ന് തന്നെയാണ്. ഇല്ലാതെ നമ്മളൊന്നും ഇത്രയധികം ടാഗിട്ട് നിൽക്കത്തില്ല. ഫ്രഷേഴ്സിനും ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ. +2 കഴിഞ്ഞ ഡൊമസ്റ്റിക് എയർലൈൻസിലൊക്കെ ക്യാബിൻ ക്രൂ ആവാനായിട്ട് 18 വയസ്സ് തന്നെ ധാരാളം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷനിലും കയറാൻ പറ്റും. ഇഫ് യു ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ആൻഡ് ദ ലാംഗ്വേജ് സ്കിൽ, definitely you can proceed with the interviews and go ahead girls and boys. അതല്ലാത്തവർക്ക് കുറേ കൂടെ അവർക്ക് ട്രെയിനിങ്സ് ആവശ്യം വരും. ലാംഗ്വേജ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആണെങ്കിലും ഇനി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും. അതുകൊണ്ടാണ് ഇത്രയും ലക്ഷങ്ങളൊന്നും ഫീസൊന്നും കൊടുക്കാതെ വെറും അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ഞാനൊരു ഏവിയേഷൻ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത്. സോ എൻ്റെ അക്കാഡമിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ഇത് വാങ്ങി ഈ പറയുന്ന പ്രോമിസസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്കെങ്കിലും ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ കുറേ പേർക്ക് ഇതൊരു കണ്ടൻറ്റാണ്. ഈവൻ ഐ സ്റ്റാർട്ടഡ് മൈ ദിസ് ജേർണി ഇൻ്റർവ്യൂ പ്രിപ്സും ഇതെല്ലാം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ തുടങ്ങിയത്. അന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് ഏവിയേഷൻ ഈസ് നോട്ട് മാൻഡേറ്ററി. ഇപ്പോഴും ഞാൻ പറയുന്നത് ഏവിയേഷൻ ഈസ് നോട്ട് മാൻഡേറ്ററി. ബട്ട് കുറേ പേര് അന്നും ഇന്നും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്തവർ. അങ്ങനെ നോക്കുമ്പോൾ ഞാനായിട്ട് തന്നെ ഒരു ഗൈഡൻസ് സ്റ്റാർട്ട് ചെയ്ത ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു അക്കാഡമിയിലേക്ക് എത്തിയത് എന്നെ പോലെ അല്ലെങ്കിൽ ഇതുപോലെ കോഴ്സുകൾ വേണം, ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം, ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള ടിപ്സ് വേണം, മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ഡിപ്ലോമ കോഴ്സ് 1 yearലേക്ക് അത് ഏറ്റവും ഒരു ലക്ഷങ്ങളുടെ ഒന്നും ഫീസ് സ്ട്രക്ചറിലേക്ക് എത്താത്ത രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരുപാട് പേര് പ്ലേസ്ഡ് ആയിട്ടുമുണ്ട്. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് ആൻഡ് എനിക്ക് വരുന്ന പേഴ്സണൽ എൻക്വയറീസ്, മെസ്സേജസ് ദാറ്റ് യു സേ ഓക്കെ ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ടല്ലോ ഗ്രൗണ്ടിൽ ഇത്രയും ഇതൊന്നും പൈസ കൊടുത്ത് കയറണ്ട, അല്ലെങ്കിൽ ഗ്രൗണ്ടിലുള്ള ജോബിനൊന്നും വാല്യൂ ഇല്ല, ഇത്രയും സാലറി ഉള്ളൂ, വളരെ കുറച്ച് സാലറി ഉള്ളൂ. യെസ്, ഞാനും 5000 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4-5 വർഷം കൊണ്ട് എൻ്റെ സാലറി സ്കെയിൽ അങ്ങനെയായിരുന്നു. അത് ഓരോരുത്തരുടെ കഴിവുണ്ടെങ്കിൽ വേഗം വേഗം കയറാം, ഇല്ലയെന്നാണെങ്കിൽ വേഗം 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 നമുക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടും കയറാം. അങ്ങനെ പലതരം ഇതുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ഗ്രൗണ്ട് സ്റ്റാഫിനെയും വില കുറച്ച് കാണരുത്.
ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുന്ന ജോബിന് അതിൻ്റെതായ വാല്യൂ എല്ലായിടത്തും ഉണ്ട്. ഇഫ് യു വാണ്ട് ഐ ക്യാൻ പോസ്റ്റ് ദ സ്ക്രീൻഷോട്ട് ഇവിടെ. ഇന്റർനാഷണൽ എയർലൈൻസിൻ്റെ അവർ കൊടുക്കുന്ന വേക്കൻസീസിൽ എല്ലാത്തിലും പറയുന്ന കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസിൻ്റെ എത്ര വർഷം വേണമെന്നുള്ളതും അതേപോലെ തന്നെ ക്രൂവിനാണെങ്കിലും കസ്റ്റമർ സർവീസിൽ എത്ര എക്സ്പീരിയൻസ് വേണമെന്നുള്ളതും ഒക്കെ ഞാനിവിടെ സ്ക്രീൻഷോട്ട്സ് കൊടുക്കാം കേട്ടോ. പിന്നെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. അതല്ലാതാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് DM ചെയ്യാം. ബൈ.